ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ 7 ഇന്റലിജൻസും കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കണ്ടു. 7 ഇന്റലിജൻസിന്റെ ഫീച്ചേഴ്സും അതിന് പറ്റുന്ന മേഖലകളും നമ്മൾ നോക്കി. നമുക്ക് അടുത്ത ഇന്റലിജൻസ് നോക്കാം. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. പിക്ചർ കാണുമ്പോൾ അല്ലെങ്കിൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഇന്റലിജൻസ് നാച്ചുറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് ചില വ്യക്തികളിൽ വളരെ ഹൈ ലെവൽ ഓഫ് എൻവയോൺമെന്റൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അതായത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പം തൊട്ടേ ഗാർഡനിങ്, പ്ലാന്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിനോടുള്ള ഒരു അടുപ്പം അങ്ങനെ കാണിക്കുന്ന വ്യക്തികൾ, അവർ എൻവയോൺമെന്റിനോട് പ്രത്യേകിച്ച് സെൻസിറ്റിവിറ്റി കൂടുതൽ, അപ്രീസിയേഷൻ ഓഫ് നേച്ചർ, വൈൽഡ് ലൈഫ് എക്സ്പെർട്ടൈസ്, ഒബ്സർവേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ. പ്രത്യേകിച്ച് നമ്മൾ ചിലവരുമായി യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ ഒരു മരം കണ്ടാൽ അത് ഇന്ന മരമാണ്, അല്ലെങ്കിൽ ഒരു പട്ടിയോ പൂച്ചയോ പോകുന്ന കണ്ടാൽ അത് ഇന്ന വെറൈറ്റി ആണ് എന്നൊക്കെ പറയുന്ന വ്യക്തികൾ, ഇതെല്ലാം അവരുടെ ആ ഒരു നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള വ്യക്തികളുടെ സവിശേഷതകളാണ്. അവർക്ക് ചെറുപ്പം തൊട്ട് തന്നെ വീട്ടിലുള്ള പെറ്റ്സിനോടായാലും ഗാർഡനിങ്ങിലായാലും നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ്സിലൊക്കെ വെള്ളമൊഴിക്കുന്നതിലായാലും അങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനോടൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തികൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന മേഖലകൾ ഏതൊക്കെയായിരിക്കും? ജസ്റ്റ് ഒന്ന് നോക്കിയാലോ, ഒന്ന് എഴുതാമോ? ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അങ്ങനെയുള്ളവർക്ക് പറ്റിയ മേഖലകൾ. എക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് ഹൈ ലെവൽ ഓഫ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ടായിരിക്കണം. വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് പ്രത്യേകിച്ച് വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, വൈൽഡ് ലൈഫിന്റെ അവിടുത്തെ മൃഗങ്ങളെ കുറിച്ചായാലും അവിടുത്തെ വൃക്ഷങ്ങളെ കുറിച്ചായാലും ഒക്കെ പഠിക്കാനുള്ള, അല്ലെങ്കിൽ അതിൽ കൂടുതൽ റിസർച്ച് നടത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ഹൈ ലെവൽ ഓഫ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ടാവണം. അതോടൊപ്പം പാർക്ക് റേഞ്ചർ, എൻവയോൺമെന്റൽ സയന്റിസ്റ്റ്, ബൊട്ടാനിസ്റ്റ്, കൺസർവേഷനിസ്റ്റ്, എൻവയോൺമെന്റൽ എഡ്യൂക്കേറ്റർ, ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ നേരത്തെയും കണ്ടതാണ്. അതുപോലെ ഫോറസ്റ്റർ, നാച്ചുറലിസ്റ്റിക് ഗൈഡ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. ഈ ഫോട്ടോഗ്രാഫി നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ നമ്മൾ ഈ ചില ഇന്റലിജൻസിന്റെ കോമ്പിനേഷൻസ്, ഞാനത് എടുത്തു പറയാനുള്ള കാര്യം, നമ്മൾ നേരത്തെ നോക്കിയ ഇന്റലിജൻസിലും കണ്ട ഇന്റലിജൻസ് തന്നെ വീണ്ടും ആ പ്രൊഫഷൻ ഇവിടെ വരുമ്പോൾ ഈ രണ്ട് ഇന്റലിജൻസിന്റെയും ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ഈ പ്രൊഫഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഹൈ ലെവൽ ഓഫ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മേഖലകളിലൊക്കെ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈ മേഖലകളിൽ ഏതെങ്കിലുമൊക്കെയാണ് വർക്ക് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഇന്റലിജൻസിലേക്ക് നോക്കാം. നെക്സ്റ്റ്, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ആ പിക്ചർ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? കുറെ ക്വസ്റ്റ്യൻ മാർക്സ് അല്ലെ? അതായത് ഒരു കുട്ടി അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് തലയിൽ കൈവച്ച് നിൽക്കുകയാണ്. എന്ത് കാര്യത്തിനും അതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, അതെങ്ങനെ നാച്ചുറൽ ഉണ്ടായി, ഈശ്വരനുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെ കുറെ സംശയങ്ങൾ ചോദിക്കുന്ന, ഫുൾ ഓഫ് ക്വസ്റ്റ്യൻസ് നിൽക്കുന്ന ഒരു ഇന്റലിജൻസ്. അതായത് നമ്മുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അതെന്താ അങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ജനിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു തീം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. ഫിലോസഫിക്കൽ എൻക്വയറി, ഫിലോസഫിയിൽ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതെന്താ അങ്ങനെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്ന്, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം നമുക്ക് ഹൈ ലെവൽ ഓഫ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉള്ളതുകൊണ്ടാണ്. സെർച്ച് ഓഫ് മീനിങ്, എന്ത് പറഞ്ഞാലും എന്തുകൊണ്ടാണ് അങ്ങനെ വന്നു എന്നും മനസ്സിലാക്കിയെടുക്കണം. പ്രത്യേകിച്ച് ഇന്നിപ്പോ വളരെ സജീവമായി ചർച്ചയിൽ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതോടൊപ്പം റിഫ്ലക്റ്റീവ് തോട്ട്, ഇമോഷണൽ ഡെപ്ത്, ഇതെല്ലാം ഹൈ ലെവൽ ഓഫ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികളിൽ കാണുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ മേഖലകൾ ഏതൊക്കെയായിരിക്കാം നോക്കാം. നമുക്ക് പറ്റുന്നതൊന്ന് എഴുതാമോ? ഓക്കെ, ഫിലോസഫറെ സംബന്ധിച്ച് ഹൈ ലെവൽ ഓഫ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് വേണം. തിയോളജിയൻ, എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിസ്റ്റ്, സ്പിരിച്വൽ ടീച്ചർ, റൈറ്റർ. ഇവൻ റൈറ്റേഴ്സിന്
പ്രത്യേകിച്ച് റൈറ്റേഴ്സിന് നമ്മൾ നേരത്തെയും കണ്ടു. നമ്മൾ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് പറഞ്ഞപ്പോൾ അവിടെ റൈറ്റേഴ്സിന് ഹൈ ലെവൽ ഓഫ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് വേണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസിലും റൈറ്റേഴ്സിന് ഹൈ ലെവൽ ഓഫ് ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ റൈറ്റേഴ്സിന് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു 3 or 4 കോമ്പിനേഷൻ വന്നു നമുക്ക് റൈറ്ററിനെ. അതേപോലെ പോയറ്റിന് എന്ത് വേണം? മ്യൂസിക്കൽ ഇന്റലിജൻസും അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ഋതത്തിലും ആ താളത്തിലും രാഗത്തിലും ഒക്കെ കവിത എഴുതാൻ നമുക്ക് കഴിയുള്ളൂ. അതുപോലെ ആർട്ടിസ്റ്റ്, യോഗ ഇൻസ്ട്രക്ടർ നമ്മൾ നേരത്തെ കൈനസ്തെറ്റിക് ഇന്റലിജൻസിൽ കണ്ടു. മെഡിറ്റേഷൻ ഇൻസ്ട്രക്ടർ, പാസ്റ്ററൽ കൗൺസിലർ, പബ്ലിക് സ്പീക്കർ നമ്മൾ 1-2 സ്ഥലത്ത് കണ്ടു. നമ്മുടെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിൽ കണ്ടു. അതോടൊപ്പം ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിൽ കണ്ടു. എക്സിസ്റ്റൻഷ്യൽ സ്റ്റഡീസ്, പാലിയേറ്റീവ് കെയർ വർക്കറും ഇവർക്ക് എന്ത് വേണം? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഹൈ ലെവൽ വേണം. സോഷ്യൽ ആക്ടിവിസ്റ്റിനും ഈ രണ്ടും വേണം. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസും വേണം. അതോടൊപ്പം ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസും വേണം. അപ്പൊ ഈ ഇന്റലിജൻസിന്റെ കോമ്പിനേഷൻസ് ഇതിൽ ഞാൻ കൂടുതൽ എടുത്തു പറയാൻ കാരണം നമ്മൾ ഇത്രയും ഇന്റലിജൻസ് പഠിച്ചു വന്നപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻസ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവണത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഇന്റലിജൻസ് ഇപ്പൊ നമ്മൾ 9 ഇന്റലിജൻസും മൾട്ടിപ്പിൾ ഇന്റലിജൻസിലെ ഹവാർഡ് ഗാർണറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിലെ 9 ഇന്റലിജൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ ഈ 9 ഇന്റലിജൻസിന്റെ കോമ്പിനേഷൻസ് നോക്കിയിട്ട് ഇതിൽ ഏറ്റവും ഹൈ ആയി നിൽക്കുന്നത് ഏത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ കരിയർ ചൂസ് ചെയ്യുക. ഇതോടൊപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന 2-3 കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. നമ്മുടെ സ്കില്ല്, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ പേഴ്സണാലിറ്റി, ഇതെല്ലാം ഇതിനോട് കൂടെ യോജിച്ച് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഏത് മേഖല, ഏത് കരിയർ ചൂസ് ചെയ്യാമെന്ന് കറക്റ്റ് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എല്ലാവരുടെയും ഒരു സംശയമായിരിക്കാം. ഇതെങ്ങനെ നമുക്കറിയും, ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയും എന്നുള്ളത്. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഈ ഇന്റലിജൻസ് ഒക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ സ്കില്ലും നമ്മുടെ ഇൻട്രസ്റ്റും ഒക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ അതിൽ വരെ നമുക്ക് എന്തായാലും ഈ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യൂ. ഇതിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷൻസ് തരാം. ഓക്കെ, താങ്ക് യു.